ഈ വണ്ടിയുടെ എൻജിൻ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ട ഓയിൽ ലീക്ക് കണ്ട, ഫുൾ ഓയിൽ ലീക്കാണ് കണ്ട. ആ റബ്ബറിലെല്ലാത്തിലും നിറച്ച് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്തേക്കും ഇതിൻ്റെ റബ്ബർ പാക്കിംഗ് ഉണ്ട്, ഹെഡ് കവറിൻ്റെ പാക്കിങ് അത് മാറിക്കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് ലീക്ക് കാണുമ്പോൾ തന്നെ അത് മാറിക്കൊടുക്കണതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ. അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ എല്ലായിടത്തും ഒഴുകി എൻജിനും ആകെ വൃത്തികേടാവും. പിന്നെ എൻജിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് വണ്ടിക്ക് പണി കിട്ടാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വണ്ടി ഓയിൽ ചേഞ്ചിൻ്റെ സമയത്തൊക്കെ ഇതഴിക്കുമ്പോൾ ഒന്ന് നോക്കിയേക്കണം ഓയിൽ ലീക്ക് ഉണ്ടാകുന്നു. അധികം വിലയൊന്നുമില്ല അതിൻ്റെ പാക്കിങ്ങിന്, 65 രൂപ ആ ഒരു സംതിങ് ആ ഒരു റേറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് മാറണേന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു 8-ൻ്റെ സ്പാനറാണ് വേണ്ടത്. 8-ൻ്റെയും വേണം 10-ൻ്റെയും വേണം. ഞാൻ ആദ്യൊരു ബോൾട്ട് ഹെഡ് കവറിൻ്റെ ടോപ്പിൽ നിന്ന് അഴിച്ചത് 10-ൻ്റെ ബോൾട്ടാണ്. പിന്നെ 8-ൻ്റെ ബോൾട്ട് 4 എണ്ണം ഉണ്ട് ഈ കവറിന് ചുറ്റും. ആ 4 ബോൾട്ട് നേരെ ലൂസ് ചെയ്യുക. ഡബിൾ എൻഡ് ഇട്ടാരും അഴിക്കാൻ നോക്കരുത്. ഡബിൾ എൻഡ് സ്പാനർ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പായ പണി കിട്ടും. അപ്പോൾ മാക്സിമം ബോക്സ് സ്പാനറാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ബോക്സ് സ്പാനർ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഈ റിങ്ങിട്ട് ചെയ്യണത്. ഓക്കെ, ആ 4 ബോൾട്ട് നേരെ ഇതേപോലെ ലൂസ് ചെയ്തെടുക്കുക. അതിനുശേഷം കവർ പൊങ്ങിപ്പോരും കേട്ടോ. എന്നിട്ട് പൊക്കിയെടുക്കുക, പഴയ പാക്കിങ് ഊരി കളയുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ നിറച്ച് ചെളി എല്ലാ സൈഡിലുണ്ടാവും ഓയിലിൻ്റെ. അതൊന്നും ഈ എൻജിൻ്റെ അകത്തേക്ക് പോകരുത്. നല്ല വൃത്തിയായിട്ട് നോക്കി പയ്യെ ധൃതി പിടിക്കാണ്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. എന്നിട്ട് പുതിയ പാക്കിങ് എടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കവറൊക്കെ ഒന്ന് വാഷ് ചെയ്ത്, നിറച്ച് ഓയിലായിരുന്നല്ലോ, എല്ലാം വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടാണ് പുതിയ ബീഡിങ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നേരെ ഇത് കണ്ട, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. വെറുതെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് അതിലോട്ട് വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. വെക്കുക, നേരെ ഒരു കറക്റ്റായിട്ട് ആ പൊസിഷൻ കറക്റ്റായിട്ട്, തല തിരിഞ്ഞൊന്നും പോകരുത്. തല തിരിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം കറക്റ്റായിട്ട് തന്നെ വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ ആ പൊടിയൊക്കെ വീഴും. വെച്ച് നേരെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഇതേപോലെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കി എടുത്തോട്ടാ.